ഇനി നമ്മളുടെ 46-ാമത്തെ സെഷനിൽ നമ്മൾ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൽ ഇൻഡസ്ട്രീസ് ഫോം ചെയ്യുന്ന സെൽഫ് റെഗുലേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ കൂടി വരുന്ന പ്രഷർ ഓരോ ഇൻഡസ്ട്രീസിനും അവരുടെ എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ഉറപ്പുവരുത്താനും അതുപോലെ അവരുടെ ബിസിനസ്സിൻ്റെ എഫേർട്ട് നല്ല രീതിയിലാണ് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വർടൈസിങ് ഇൻഡസ്ട്രീനെ സെൽഫായിട്ട് റെഗുലേറ്റ് ചെയ്യുന്ന നിയമവശങ്ങൾ ഓരോ ഇൻഡസ്ട്രീസും കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരത്തിൽ സെൽഫ് റെഗുലേഷൻസിന് വേണ്ടിയിട്ട് ഫോം ചെയ്ത ചില ഏജൻസീസ് ആരൊക്കെയാണെന്നുള്ളത് നോക്കാം. ആദ്യം അഡ്വർടൈസിങ് ട്രേഡ് അസോസിയേഷൻസ് ആണ് വരുന്നത്. അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ASCI, പിന്നെ അഡ്വർടൈസിങ് ഏജൻസീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ AAAI, പിന്നെ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ, പ്രസാർ ഭാരതി, ഇൻഡസ്ട്രിയൽ മീഡിയ ആൻഡ് മീഡിയ ഗ്രൂപ്പ്സ്. ഇത് അഡ്വർടൈസിങ് ട്രേഡ് അസോസിയേഷൻസ് ആണ്. പിന്നെ കോഡ് ഓഫ് കമേഴ്ഷ്യൽ അഡ്വർടൈസിങ് ഓൺ ദൂരദർശൻ, പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ കോഡ് ഫോർ കമേഴ്ഷ്യൽ അഡ്വർടൈസിങ്. അപ്പം ഇങ്ങനെയുള്ള ഏജൻസീസാണ് സെൽഫ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വർടൈസിങ് ട്രേഡ് അസോസിയേഷൻസും അവർ പറയുന്ന കോഡ്സും എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഈ അഡ്വർടൈസിങ് ട്രേഡ് അസോസിയേഷനിൽ നമ്മുടെ അഡ്വർടൈസിങ് ഇൻഡസ്ട്രീനെ മെയിനായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ASCI, AAAI, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് പ്രസാർ ഭാരതിയാണ്. അല്ല, ASCI അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. നമ്മുടെ അഡ്വർടൈസിങ് സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ മിസ്ലീഡിങ് ആയിട്ടുള്ളതും അതുപോലെ ഈ പറയുന്ന മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ഇല്ലാതിരിക്കാൻ വേണ്ടി നോക്കിക്കാണുന്ന ഒരു അതോറിറ്റിയാണ്. അപ്പം ഇവർ ഒക്ടോബർ 1985 ഒരു നോൺ പ്രോഫിറ്റ് കമ്പനി ആയിട്ടാണ് ഫോം ചെയ്തത്. എപ്പോഴും അഡ്വർടൈസേഴ്സിൻ്റെ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടും അതുപോലെ ജനറൽ പബ്ലിക്സിന് വേണ്ടിയിട്ടും നിലകൊള്ളുന്നതാണ് ASCI. ഈ ASCIക്ക് ഒരു എൻഫോഴ്സ്മെൻറ്റ് പവർ ഇല്ല. ഒരു മോറൽ പ്രഷർ കൊടുക്കാൻ മാത്രമേ ഉള്ള പവറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ASCIക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന ആക്ഷൻസ് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും അഡ്വർടൈസർ ഈ ASCI സ്റ്റാൻഡേർഡ്സ് വയലേറ്റ് ചെയ്യുന്ന രീതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ഫോം ചെയ്യുകയും അതാരും കെയർ ചെയ്തില്ല, ആരും കംപ്ലയിൻറ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന അഡ്വർടൈസർക്ക് ASCIയുടെ കോഡ് ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എങ്കിലും അഡ്വർടൈസിങ്ങിൽ ASCI പറയുന്ന കോഡുകൾ ഇങ്ങനെയൊക്കെയാണ്. അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും സത്യസന്ധമായിരിക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡിസ്ക്രിപ്ഷൻസും ക്ലെയിംസും കമ്പാരിസൺസും എല്ലാം വസ്തുതാപരമായിരിക്കണം. അതുപോലെ തന്നെ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും റെഫറൻസോ ഏതെങ്കിലും ഒരു വ്യക്തിനെയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിനെയോ അല്ലെങ്കിൽ ഒരു സംരംഭത്തെയോ നമ്മൾ റെഫറൻസിന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ അനുവാദത്തോടു കൂടിയിട്ട് വേണം വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സിനെ ഒരിക്കലും മിസ്ലീഡ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ വസ്തുതകളെ വളച്ചൊടിക്കാനായിട്ട് പാടില്ല. ഈ പറഞ്ഞ പോലെ കൺസ്യൂമേഴ്സിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാനായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ് പാടില്ല. പിന്നെ നമ്മുടെ കസ്റ്റമേഴ്സിന് വിശ്വാസത്തിനെ തകർക്കുന്ന രീതിയിൽ ഒരിക്കലും അഡ്വർടൈസ്മെൻറ്റ്സ് പാടില്ല. ഓക്കെ, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ല എന്ന് പറഞ്ഞ് അവരെ ചൂഷണം ചെയ്യാനും പാടില്ല. പിന്നെ എപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്, അതൊരിക്കലും ഈ പറഞ്ഞ പോലെ അക്രമാസക്തമാവരുത്. അതുപോലെ എപ്പോഴും ഒരു ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം. അതുപോലെ ASCI പറയുന്നത് പോലെ ഒരു അഡ്വർടൈസ്മെൻറ്റ്സും നമ്മുടെ പബ്ലിക്സിന് ഒരു ഉൾക്കാഴ്ച, ക്രൈം ചെയ്യാനുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുകയോ ഒരു ഡിസോർഡറോ വയലൻസോ ഇൻടോളറൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ പാടില്ല. പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അഡ്വർടൈസ്മെൻറ്റ് കണ്ടുകൊണ്ട് അവരുടെ മാനസികവും ശാരീരികവുമായിട്ട് പിന്നെ അവരുടെ സ്വഭാവ ഗുണങ്ങളിൽ ഹാനികരമാക്കുന്ന രീതിയിൽ പാടില്ല. പിന്നെ അഡ്വർടൈസ്മെൻറ്റിൽ ഒരിക്കലും നമ്മുടെ നിയമവശങ്ങളെ തെറ്റിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിയമവശങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും അതിൽ ഉൾപ്പെടുത്താനായിട്ട് പാടില്ല. അതുപോലെ തന്നെ നമ്മളുടെ ബാൻഡായിട്ടുള്ള നിരോധിക്കപ്പെട്ടുള്ള വസ്തുക്കളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റ്സും നടത്താനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ASCI പറയുന്ന കോഡുകൾ. അപ്പം
ആസ്കി ഒരുപാട് കമ്പനീസിൻ്റെ അടുത്ത് അവരുടെ അഡ്വർടൈസ്മെൻറ്റിനെ വിഡ്രോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കാരണം അതിൽ മിക്ക കമ്പനീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സും മിസ്ലീഡിങ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ആണ്. പക്ഷെ ആരും പ്രോപ്പറായിട്ട് ഒരു കംപ്ലൈൻ്റ് ഒന്നും കൊടുക്കാത്തതുകൊണ്ട് ഇവർക്ക് ഒന്നും ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമ്മുടെ ദാബർ, അതുപോലെ HLL, പിന്നെ PSU, BPCL, അതുപോലെ കൊറിയൻ കാർ മേക്കർ ഹുണ്ടായി, ലിക്കർ ബാരൻ വിജയ് മല്യാസ്, മാക്ഡവൽ, പിന്നെ TVS മോട്ടോഴ്സ്, ഇവരെല്ലാം ഈ പറയുന്ന ആസ്കി കോഡ് വയലേറ്റ് ചെയ്തിട്ടുള്ള കമ്പനീസാണ്. പക്ഷെ അവരിപ്പോഴും മാർക്കറ്റിൽ അവർ വളരെ പൂർവാധിക ശക്തിയോട് കൂടിയിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നത്. അവരാരും ആസ്കി കോഡ് ഫോളോ ചെയ്യുന്നില്ല എന്ന്. ഓക്കെ, ഇനി AAI എന്ന് വെച്ചാൽ അഡ്വർടൈസിങ് ഏജൻസി അസോസിയേഷൻ ഓഫ് ഇന്ത്യ. ഇതൊരു ഒഫീഷ്യലായിട്ടുള്ള നാഷണൽ ഓർഗനൈസേഷനാണ് അഡ്വർടൈസിങ് ഏജൻസിക്ക് വേണ്ടി പ്രത്യേകിച്ചും. ഇവർ മെയിനായിട്ടും ഈ പറയുന്ന അഡ്വർടൈസിങ് ഏജൻസീസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൂടെ അവരുടെ നല്ലൊരു കോൺട്രിബ്യൂഷൻ നമ്മുടെ നേഷന് വേണ്ടിയിട്ടുമായിട്ടാണ് നിലകൊള്ളുന്നത്. ഇവരുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ കസ്റ്റമേഴ്സിന് അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ നല്ല അഡ്വർടൈസ്മെൻറ്റ്, സത്യസന്ധമായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, നല്ല രീതിയിലുള്ളത് അഡ്വർടൈസിങ് ഏജൻസി വഴി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ അഡ്വർടൈസേഴ്സിന് ഈ നല്ല അഡ്വർടൈസിങ് ഏജൻസിയുടെ ഒരു സർവീസ് കൊണ്ട് അവരുടെ സെയിൽസ്, അവരുടെ പ്രൊഡക്ടിവിറ്റി, പ്രോഫിറ്റബിലിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യിച്ച് അവരുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി കുറച്ചുകൂടി നല്ല രീതിയിൽ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മുടെ മീഡിയാസ് ഈ പറഞ്ഞ പോലെ നല്ല ബിസിനസ് പ്രാക്ടീസസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് അഡ്വർടൈസേഴ്സും അഡ്വർടൈസിങ് ഏജൻസീസും തമ്മിൽ നല്ലൊരു ബിസിനസ് ഉണ്ടാക്കി വേരിയസ് മീഡിയ ഓണേഴ്സ് തമ്മിൽ നല്ലൊരു കൂട്ടായ്മ ഫോം ചെയ്യാം. നമ്മളുടെ AAIയുടെ മറ്റുള്ള കോഡ്സ് നോക്കുകയാണെങ്കിൽ നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് എപ്പോഴും നിലകൊള്ളേണ്ടത് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ പൗരന്മാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ല വശങ്ങളായിരിക്കണം അഡ്വർടൈസ്മെൻറ്റിൽ പ്രചരിപ്പിക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നല്ല സാമൂഹികമായിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യണം, അതിന് മുൻതൂക്കം കൊടുത്തിട്ടാണ് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള യങ് ജനറേഷൻസിനെ ഈ പറയുന്ന പോലെ എൻകറേജ് ചെയ്യുക, ബിസിനസ് കമ്മ്യൂണിക്കേഷനിൽ എൻകറേജ് ചെയ്യുക, അവരെ എഡ്യൂക്കേഷനിലും ട്രെയിനിങ് പ്രോഗ്രാംസിലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് വേണ്ടത്ര ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഈവൻ ഈ പറയുന്ന നോൺ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും ഫ്രീ ഓഫ് സർവീസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ് ബോഡീസുമായിട്ട് ഡിസ്കഷനിൽ, അവരായിട്ട് കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഡിസ്കഷനിൽ നമ്മുടെ ടാക്സ്, റേഡിയോ, TV അഡ്വർടൈസിങ്, അതുപോലെ നമ്മുടെ നിയമവശങ്ങൾ, പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അഡ്വർടൈസിങ്, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസിൻ്റെ കൺട്രോൾസ്, ടൊബാക്കോ, ലിക്കർ, അങ്ങനെയുള്ള അഡ്വർടൈസ്മെൻറ്റിൻ്റെ കൺട്രോളിങ്, ഇതെല്ലാം കൊണ്ടുവരിക. ഇതൊക്കെയാണ് AAIയുടെ കോഡ്സ്. ഇനി അടുത്തത് നമ്മളുടെ ദൂരദർശനിലെ കൊമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെ കോഡുകളാണ്. ദൂരദർശൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ് പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മുടെ TV സംപ്രേഷണത്തിൽ കുറേ കോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ആദ്യം പറയുന്ന കോഡ് ഇതാണ്: നമ്മുടെ കൺട്രിയുടെ നിയമത്തിനെ അനുസൃതമായിട്ട് നമ്മുടെ ധാർമ്മികതയെ സംരക്ഷിക്കുന്ന രീതിയിൽ നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള സെൻറ്റിമെൻറ്റ്സിനെ യാതൊരു ഉലച്ചിലും തട്ടാത്ത രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് മാത്രമേ ഈ പറയുന്ന TV സംപ്രേഷണങ്ങളിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ. അതുപോലെ നമ്മുടെ ദൂരദർശനിൽ ഈ പറഞ്ഞ കാര്യങ്ങളുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സും പെർമിറ്റഡ് അല്ല. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ പ്രൊവിഷൻസിന് എതിരായിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്, വയലൻസ്, ക്രൈം, അതുപോലെ നമ്മുടെ നിയമങ്ങളെ ലംഘിക്കുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, നമ്മുടെ ഈ പറയുന്ന റേസ്, കാസ്റ്റ്, നാഷണാലിറ്റി ഇതിനെയൊക്കെ ഉലച്ചിൽ തട്ടുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, കുറേ ക്രിമിനാലിറ്റി സ്വഭാവമുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ നമ്മുടെ നാഷണൽ എംബ്ലം, അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങൾ, നമ്മുടെ പേഴ്സണാലിറ്റി, നാഷണൽ ലീഡേഴ്സിൻ്റെ പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ ദുരുപയോഗിച്ചിട്ടുള്ള, അത് അനുവാദം ഇല്ലാതെ ഉപയോഗിച്ചിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ്, അതുപോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടീനെ വയലേറ്റ് ചെയ്ത് നമ്മളുടെ സ്ത്രീകളെ
മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുന്ന, അതുപോലെ നമ്മളുടെ ഈ പറയുന്ന ഈക്വാലിറ്റീനെ, അതുപോലെ നമ്മളുടെ ഡിഗ്നിറ്റീനെയൊക്കെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സും നമ്മളുടെ ഫാമിലി ആൻഡ് സൊസൈറ്റിക്ക് ഒരിക്കലും നല്ല വശങ്ങൾ കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവിടെ നല്ല ഒരു ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് അല്ലാത്ത രീതിയിലുള്ള വരുന്നതൊക്കെ ഇവിടെ ബാൻ ചെയ്യാണ്. പിന്നെ ഈ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജസ് ഒരിക്കലും ന്യൂസായിട്ട് വരാൻ പാടില്ല. സിഗരറ്റ്, ടൊബാക്കോ, ലിക്കർ, വൈൻ അങ്ങനെയുള്ള ഇൻടോക്സിക്കൻസിൻ്റെ പ്രൊമോഷൻസ് ഉള്ള അഡ്വർടൈസ്മെൻറ്റ്സും ഇവിടെ സംപ്രേഷണം ചെയ്യാനായിട്ട് അനുവദിച്ചിട്ടില്ല. അതുപോലെ നമ്മുടെ റിലീജിയസ് എൻഡിങ്, അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള, പിന്നെ എന്തെങ്കിലും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സിനെ റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ്സും ഇവിടെ സംപ്രേഷണം ചെയ്യാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനോ കോളേജിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ജെന്യുവനായിട്ടുള്ള സ്ഥാപനങ്ങളാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ അത് സംപ്രേഷണം ചെയ്യാൻ പാടുള്ളൂ. ഒരിക്കലും കുട്ടികളെ, സ്റ്റുഡൻസിനെ അത് മിസ്ലീഡ് ചെയ്യാൻ പാടില്ല. പിന്നെ ഓൾ ഇന്ത്യ റേഡിയോ കോഡ് കമേഴ്ഷ്യൽ അഡ്വർടൈസ്മെൻറ്റ് നമ്മുടെ റേഡിയോ മീഡിയയിൽ വരുന്ന അഡ്വർടൈസ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരിക്കലും ഒരു അഡ്വർടൈസ്മെൻറ്റും നമ്മളുടെ റേഡിയോയിലുള്ള സംപ്രേഷകരുടെ താല്പര്യങ്ങൾക്ക് അതിനെ ഉലച്ചിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു അഡ്വർടൈസ്മെൻറ്റ് പ്രാക്ടീസും എയർ കോഡ് അനുവദിക്കുന്നതല്ല. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ദൂരദർശൻ്റെ ആ കോഡിങ്ങിന് വ്യത്യസ്തമായിട്ട് കുറച്ച് കോഡിങ് എയർ കോഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറേയധികം ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പരസ്യങ്ങളും റേഡിയോയിൽ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതെന്താണെന്നുള്ളത് അടുത്ത സ്ലൈഡിൽ നമുക്ക് നോക്കാം. നമ്മുടെ റേഡിയോയിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ ഈ പരസ്യം ചെയ്യുന്ന ഇതല്ല എന്നുള്ളതാണ് പ്രത്യേകം ഈ കോഡ് പറയുന്നത്. അതായത് മണി ലെൻഡേഴ്സിൻ്റെ, ചിറ്റ് ഫണ്ട്സിൻ്റെ, സേവിങ് സ്കീംസിൻ്റെ, ലോട്ടറി, ഗവൺമെൻറ് നടത്താത്ത വേറെ പ്രൈവറ്റായിട്ട് നടത്തുന്ന ലോട്ടറിയുടെ പരസ്യങ്ങളൊന്നും റേഡിയോയിൽ കൊടുക്കാനായിട്ട് പാടില്ല. പിന്നെ അതുപോലെ നാഷണലൈസ്ഡ് ബാങ്ക്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, മാട്രിമോണിയൽ ഏജൻസീസ്, അൺലൈസൻസ്ഡ് എംപ്ലോയ്മെൻറ്റ് സർവീസ്, പിന്നെ ഫോർച്യൂൺ ഭാവി പറയുന്നവർ, പിന്നെ സൂട്ട് സേയേഴ്സ് അതായത് ഇപ്പം ഈ ഊഹങ്ങൾ പറയുന്നത്, പ്രഹസനങ്ങൾ പറയുന്നത്, ഹിപ്നോട്ടിസം ക്ലെയിം ചെയ്യുന്നത്, ഫോറിൻ ഗുഡ്സ്, ഫോറിൻ ബാഗ്സ്, അതുപോലെ ബെറ്റിംഗ് ടിപ്സ്, ഗൈഡ് ബുക്സ്, അങ്ങനെ ഹോഴ്സ് റേസിങ്, ഗെയിംസ് ഓഫ് ചാൻസ്, ഇതൊന്നും നമ്മൾ പരസ്യം റേഡിയോയിൽ കൊടുക്കാനായിട്ട് ഈ പറയുന്ന എയർ കോഡ് അനുവദിക്കുന്നതല്ല. ഈ എയർ കോഡ് ഡസ് നോട്ട് പെർമിറ്റ് ദ അഡ്വർടൈസറിന് ഇന്ന കാര്യങ്ങൾ ഒരിക്കലും പെർമിറ്റ് ചെയ്യുന്നില്ല. റിലീജിയസ് ആയിട്ടുള്ള, കമ്മ്യൂണിറ്റീസ് ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഈ പറയുന്ന അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ നമ്മളുടെ എന്തെങ്കിലും കോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതുപോലെ നമ്മളുടെ പ്രസിഡൻറ്റിൻ്റെ, ഗവർണേഴ്സിൻ്റെ, ജുഡീഷ്യറീസിൻ്റെയൊക്കെ ആ ഒരു ഇൻറ്റഗ്രിറ്റീനെ അവഹേളിക്കുന്ന രീതിയിൽ, അതുപോലെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, അതുപോലെ ഈ പറയുന്ന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് കാണിക്കുന്ന രീതിയിൽ, ഫ്രണ്ട്ലി കൺട്രീസിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ, അങ്ങനെയുള്ളതൊന്നും നമ്മളുടെ എയർ കോഡ് പെർമിറ്റ് ചെയ്യുന്നതല്ല. പിന്നെ പ്രത്യേകിച്ചും ചില സൗണ്ടുകൾ, ഈ ഗൺ ഫയർ, അതുപോലെ തന്നെ ഗൺ ഷോട്ട്, സൈറൻ, ബൊംബാർഡ്മെൻറ്റ്സ്, സ്ക്രീംസ്, വളരെ പരുക്കനായിട്ടുള്ള ലാഫ്റ്റർ, ഇതൊന്നും, അങ്ങനെയുള്ള ഒന്നും ഈ പറയുന്ന എയർ കോഡ് അനുവദിക്കുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഇതിൽ നോക്കാനുള്ളത്.